പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു തേയിലയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു തേയില കേരളത്തിലുള്ള ഒട്ടും അറിയാൻ പാടില്ലാത്ത ഒരാള് കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് വേണം പറയാനായിട്ട്. ഇത് പലവർക്കും ഈ ഒരു സത്യം പറഞ്ഞ ഈ ഒരു AVTയുടെ ഇത്രയും വലിയൊരു ബാഗ് പലവരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പലവരും ചായ കട ഈ വീട്ടിലൊക്കെ നമ്മുടെ ആവശ്യത്തിനൊക്കെ പോയി തേയില കടകളിൽ പോയി മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ലഭിക്കുന്നതൊക്കെ പാക്കറ്റ് തേയിലകളായിട്ടായിരിക്കും. അപ്പൊ അതിനകത്ത് പാക്കറ്റിനകത്ത് തന്നെ അതിന്റെ MRP, അതിന്റെ ഗ്രേഡ്, അതിന്റെ ക്വാളിറ്റി, അതിന്റെ എത്ര ഗ്രാമാണ് KG ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പാക്കറ്റിലൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ AVTയുടെ പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ AVT സുപ്രീം അല്ലെങ്കിൽ AVT പ്രീമിയം ടീ എന്നൊക്കെ പറഞ്ഞായിരിക്കും നമുക്ക് ആ ഒരു പാക്കറ്റിൽ നമുക്ക് കാണും. പക്ഷെ എല്ലാവർക്കും ഒരുപാട് പേര് കണ്ടിട്ടില്ല. പലവരും ചോദിച്ചിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ AVTയുടെ ഫുൾ ബാഗ് വരുന്നത് എങ്ങനെയാണ്, എത്ര കിലോ ഉള്ള ബാഗാണ്, ഞങ്ങൾ ഇതുവരെ ആ ബാഗ് കണ്ടിട്ടില്ലെന്ന് വരെ പല ആൾക്കാരും നമ്മളോട് ഡൗട്ട് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതാണ് AVTയുടെ ഫുൾ ആയിട്ട് വരുന്ന ഒരു ബാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് AVT എസ്റ്റേറ്റ് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ട്. അവരുടെ ഈ ഒരു ബ്രാൻഡിന്റെ പേരാണ്, ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബ്രാൻഡിന്റെ പേരാണ് AVT അരണക്കൽ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എംബ്ലമാണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത്. ഈ പച്ച ഈ ഒരു ഐക്കൺ കാണുന്നതാണ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ. അതാണ് ഈ ഒരു ഫുൾ ഏതൊരു നമ്മളൊരു ബോക്സ് എടുക്കുകയാണെങ്കിൽ ഒരു ബാഗ് എടുക്കുമ്പോഴും ഈ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഈ ഒരു എംബ്ലം ഉണ്ടാവും. അപ്പൊ ഇവരുടെ ഈ ഒരു ബ്രാൻഡ്, ഈ AVTക്കാരുടെ ഈ ഒരു ബ്രാൻഡിലുള്ള തേയിലയുടെ ഈ ഒരു പേര് വരുന്നത് അരണക്കൽ എന്നുള്ളതായിരിക്കും. അപ്പൊ ഇവിടെ പല ബ്രാൻഡിലുള്ള AVTക്കാർക്ക് ഈ AVT കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് AVT കമ്പനി. കാരണം നമ്മളെല്ലാവരും മേടിക്കുന്ന ഒരു തേയില തന്നെയാണ് AVTയുടെ തേയില എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ PO, ഇടുക്കിയാണ് ഡിസ്ട്രിക്ട് കാണിച്ചേക്കുന്നത്, കേരള പിൻകോഡൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അരണക്കലിന് പകരമായിട്ട് ഇവിടെ മിഡ്ലാൻഡ് വരുന്ന AVTയുടെ പല ബ്രാൻഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിനകത്ത് അരണക്കൽ എന്നുള്ളതിന് പകരമായിട്ട് AVTയുടെ മിഡ്ലാൻഡ് വരും, പശുപ്പാറ വരും, അതുപോലെ തന്നെ മണലാരു എന്ന് പറയുന്ന തേയില വരും. ഇതെല്ലാം ഫുൾ ബാഗ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഗ്രേഡ് കാര്യങ്ങളാണ് ഇനി നമ്മൾ അറിയേണ്ടത്. ഇതാണ് ഈ ഒരു ബാഗ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലവർക്കും അറിയാൻ പാടില്ലാതായിട്ട് പലവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്. AVTയുടെ ഈ ഫുൾ ബാഗ് ആയിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നുള്ളതെന്ന് ചോദിച്ചിട്ടും, അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഒരുപാട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നവരുണ്ട്. അവരുടെ കൊച്ചു കൊച്ചു ബിസിനസ് ആയിട്ട് ഒരുപാട് ലൂസ് തേയില ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് കടകളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ 5 കിലോ 2 കിലോ ഒക്കെ ആയിട്ട് 1 കിലോ ഒക്കെ ആയിട്ട് പാക്കറ്റുകളാക്കി സപ്ലൈ ചെയ്യുന്ന ഒരുപാട് തുടക്ക കച്ചവടക്കാർ ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന ഒരു ബ്രാൻഡിലുള്ള തേയിലയുടെ ഒരു ബ്രാൻഡാണ് ഞാനിപ്പോ നിന്ന് പരിചയപ്പെടുത്തുന്നത്. പിന്നെ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. AVT എന്ന് ഈ ഒരു ബാഗിൽ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ ഗ്രേഡ് കാര്യങ്ങൾ വരുന്നത് SR ഡസ്റ്റ് എന്നാണ്. അതായത് SRD എന്നാണ് ഇതിന്റെ ഈ ഗ്രേഡ് ഡസ്റ്റ് വരുന്നത്. SRD ഡസ്റ്റിലുള്ള തേയിലയാണ് ഇതിന്റെ വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ മാനുഫാക്ചറിങ് കറക്റ്റ് ആയിട്ട് കമ്പനി മാനുഫാക്ചറിങ് കൊടുത്തിട്ടുണ്ട്. ജൂൺ 25-നാണ് ഇതിന്റെ പാക്ക് ചെയ്തേക്കുന്നത്, ജൂൺ 25. അതോടൊപ്പം തന്നെ യൂസ് ബൈ ഡേറ്റ് കാണിച്ചിരിക്കുന്നത് ജൂൺ 26. ഒരു വർഷത്തേക്ക് ആണ് ഇതിന്റെ എക്സ്പയറി ഡീറ്റെയിൽസ് കാണിച്ചേക്കുന്നത്. പിന്നെ നോട്ട് ഫോർ റീറ്റെയിൽ സെയിൽ എന്നുള്ളതും അവർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കാരണം ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ബാഗാണ് ഇത്. റീറ്റെയിൽ ആയിട്ട് അവർക്ക് സപ്ലൈ ഇല്ല, ചെറിയ കച്ചവടം ഇല്ല. ഹോൾസെയിൽ ആയിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ലേലക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ എടുക്കുമ്പോൾ 5ഉം 10ഉം ഒക്കെ ആയിരിക്കും ഈ 54. പിന്നെ ഇതിന്റെ ഗ്രോസ് വെയിറ്റ് വരുന്നത് 54 കിലോ ആണ്. അപ്പൊ ഈ 54 കിലോയുടെ 5 ബാഗ് അല്ലെങ്കിൽ 10 ബാഗ് ഒക്കെ ആയിരിക്കും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ കടകളിൽ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ അതിന്റെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദ മിഡ്ലാൻഡ് ബ്രാൻഡ് പ്രൊഡ്യൂസ് ലിമിറ്റഡ് എന്നുള്ളത്, കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അരണക്കൽ എസ്റ്റേറ്റിലുള്ള തേയിലയാണിത്. AVTയുടെ തന്നെ ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. അപ്പൊ ഓരോ എസ്റ്റേറ്റിനും വ്യത്യസ്തമായിട്ടുള്ള എസ്റ്റേറ്റുകളാണ്. അപ്പൊ പശുപ്പാറയാണെങ്കിൽ അവിടെ പശുപ്പാറയുടെ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇതിപ്പോ അരണക്കൽ എസ്റ്റേറ്റിലുള്ളവരുടെ തേയിലയാണിത്, ഈ SRD ഡസ്റ്റ് എന്ന് വരുന്നത്. ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ലൊരു തേയില തന്നെയാണ് ഈ AVTയുടെ തേയില. നമ്മൾ ഈ പാക്കറ്റ് ആയിട്ടുകൾ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് 100 ഗ്രാമിന്റെ പാക്കറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 1 കിലോ AVT പാക്കറ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എത്ര രൂപ ആണ് നമുക്ക് അതിനകത്ത് വരുന്നത് എന്നുള്ളത്. പക്ഷെ ഈ ഒരു ഹോൾസെയിൽ, അതായത് സെയിം ആ ഒരു പാക്കറ്റ് നമ്മൾ മേടിക്കുന്ന ആ ഒരു സെയിം പാക്കറ്റിന്റെ ഈ ഒരു ഹോൾസെയിൽ AVTയുടെ ഒരു ഫുൾ ബാഗ്, അപ്പൊ നമ്മളിത് ലൂസായിട്ട് നമ്മൾ വിൽക്കുന്ന ആ ഒരു ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 172. പലവരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് റേറ്റ് എത്രയാണെന്ന്. നമ്മളങ്ങനെ റേറ്റ് ഇന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ചിലപ്പോൾ അടുത്ത ലേലം നടന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ ചിലവർ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഞാൻ മിക്കതിലും വീഡിയോയിൽ ചെയ്യുമ്പോഴും ഞാൻ റേറ്റ് പറയാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ഈ അടുത്ത ലേലം നടന്നതിന് ശേഷമായിരിക്കും. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്ന് ലേലമുള്ള ദിവസമാണ്. അടുത്ത ഒരു ഓപ്ഷൻ നടക്കുമ്പോഴത്തേക്കും ആ ഒരു ഓപ്ഷന്റെ റേറ്റ് ആയിരിക്കില്ല ഇന്ന് ഞാൻ പറഞ്ഞേക്കണം 172 എന്നുള്ള ആ ഒരു റേറ്റ് ആയിരിക്കില്ല അടുത്ത ഓപ്ഷനിൽ പറയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോ അവരെ അവിടെ ചെന്ന് നിരക്കുമ്പോഴത്തേക്കും അന്ന് വില കൂടിയിട്ടുണ്ടാവും. ചിലപ്പോൾ 172 എന്നുള്ളത് ചിലപ്പോൾ 178 ആയിട്ടുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ വില കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. വില ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവുക 172 എന്നുള്ള ചിലപ്പോൾ 165 മാറിയിട്ടുണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു പ്രൈസ് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ഈ തേയില, അതായത് എന്റെ ഈ വീഡിയോ കണ്ട് ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ ഇപ്പൊ ഇന്നത്തെ ഈ റേറ്റ്, ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഇന്നത്തെ ഒരു റേറ്റ് ആണ് ഞാൻ ഈ പറയുന്നത് 172 പ്ലസ് ടാക്സ് ആണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു തേയില 1 കിലോയുടെ 172 പ്ലസ് ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കടകളിൽ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ലൂസായിട്ട് തേയില മേടിക്കുമ്പോൾ നിങ്ങൾ 1 കിലോ തേയില പാക്കറ്റ് ആയിട്ട് മേടിക്കുമ്പോഴത്തേക്കുള്ള വിലയും ഈ ഒരു ലൂസ് തേയില മേടിക്കുന്ന വിലയിലും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നല്ല ഒറിജിനൽ ക്വാളിറ്റിയുള്ള ഒറിജിനൽ എസ്റ്റേറ്റ് ഉള്ളവരുടെ ബ്രാൻഡഡ് ആയിട്ട് വരുന്ന ഒരു ഫുൾ ബാഗാണ് ഈ ഒരു 54 കിലോ വരുന്ന SRBയുടെ ABTയുടെ ഒരു ബാഗ്. അപ്പൊ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ള മിക്ക വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലയെ കുറിച്ചാണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലകൾ അവതരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവർ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ കാസർഗോഡ് നിന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരിക്ക വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആയിക്ക ഇസ്മായിൽ എന്നാണ് ആയിക്കാട് പേര്. ആയിക്ക ഈ പറഞ്ഞതുപോലെ സൂര്യനെല്ലിയുടെ തേയില നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളോട് കുറെ ഡൗട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് റെഡ് ഡസ്റ്റ് ആണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആയിക്ക നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബറും കൂടെയാണ് ആയിക്ക. അപ്പൊ ആയിക്ക ബിസിനസ് തുടങ്ങിയിട്ട് ഞാൻ ചോദിച്ചു. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം വെച്ചാൽ 2 ബോക്സ് തേയിലയാണ്, ഈ ഇതല്ല വേറൊരു ബ്രാൻഡിലുള്ള തേയിലയാണ്. 2 ബോക്സാണ് അദ്ദേഹം ഇപ്പൊ നിലവിൽ ഒരു ബോക്സ് എടുത്തതിന് ശേഷം 2 ബോക്സ് എടുത്ത് ആ 2 ബോക്സും തീർന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ വില കൂടി. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഓണത്തിനോടനുബന്ധിച്ച് 4 ലക്ഷത്തോളം തേയിലയാണ് മനസ്സിലാക്കിയിരിക്കേണ്ട വെച്ചാൽ 4 ലക്ഷത്തോളം സിവിൽ സപ്ലൈസുകാർ ഓർഡർ കൊടുത്ത് അവർ ഈ പറഞ്ഞതുപോലെ തേയില ഓർഡർ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിപ്പോ ഈ തേയില വിലയിൽ വളരെയധികം വില കൂടി നിൽക്കുന്നതായിട്ട് കാണുന്ന ഒരു സാഹചര്യം വരുന്നത്. അപ്പൊ പല ബ്രാൻഡിലുള്ള തേയിലകൾ വില കൂടുന്നത്, അതായത് പല വില കൂടിയ ബ്രാൻഡുകൾ തേയിലകൾക്കും വില കൂടുതൽ തന്നെയാണ് പിന്നെയും ആഴ്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ കമ്പനി ആയിട്ടുള്ള ABTയുടെ ഈ ഒരു തേയില എന്ന് പറയുന്നതും തീർച്ചയായിട്ടും വില കുറയുന്ന ഒരു തേയിലയല്ല, വില കൂടിക്കൊണ്ടിരിക്കുന്ന തേയിലയാണ്. 172 പ്ലസ് ടാക്സ്. അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ വില പിന്നെ മാറുമായിരിക്കും. 178 പോകാം, അല്ലെങ്കിൽ 176, 178 അങ്ങനെ മുകളിലേക്കേ പോകുള്ളൂ. ഓണം വരുന്നത് വരെ ഈ തേയില വില കൂടുതലായിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ബ്രാൻഡഡ് തേയില സപ്ലൈ ചെയ്ത്, അതായത് ബ്രാൻഡ് തേയില എടുത്തിട്ട് അത് ഈ പറഞ്ഞതുപോലെ കടകളിൽ നിന്ന് നിങ്ങൾ കടകൾക്ക് സപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും അതല്ലെങ്കിൽ ലൂസ് തേയില വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന നമ്മളെ പോലെ വീട്ടില് നമ്മളിപ്പോ ഞാനിപ്പോ ഒരു കടയിൽ ചെന്ന് ഞാനിപ്പോ ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്നിട്ട് ഒരു 1/4 കിലോ ലൂസ് തേയില അല്ലെങ്കിൽ 1/2 കിലോ ലൂസ് തേയില എന്ന് പറഞ്ഞ് ചോദിച്ചു മേടിക്കും. ഇന്ന ബ്രാൻഡിലുള്ള തേയില 1/2 കിലോ ലൂസ് ആയിട്ടുള്ള തേയില ഞാൻ ചോദിച്ചു മേടിക്കുന്നത്. കാരണം നമുക്ക് അതിന്റെ കമ്പനി സാധനം നമുക്ക് ഈ പാക്കറ്റിൽ വരുന്ന സെയിം അതിന്റെ തന്നെ കമ്പനിയുടെ ലൂസ് ആയിട്ടുള്ള തേയില നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് വിലയിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള ചായ ഇത് ഉപയോഗിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവും. അപ്പൊ കാണാത്ത ഒരു പലരും ഈ അർമക്കിന്റെ ഈ ABTയുടെ ഒരു ഫുൾ ബാഗ് എത്രയാണ് വരുന്നത് അത് കണ്ടിട്ടില്ല. ABTയുടെ ഫുൾ ബാഗ് വരുന്നത് കണ്ടിട്ടില്ല. പാക്കറ്റിൽ വരുന്ന ഈ 1 കിലോയുടെ മാക്സിമം 1 കിലോ പാക്കറ്റ് വരെയും പലവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതാണ് 54 കിലോ വരുന്ന ഹോൾസെയിൽ ആയിട്ടുള്ള പാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ബാഗാണ് ഹോൾസെയിൽ പാക്ക് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിത് സപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഹോൾസെയിൽ ആയിട്ട് വിലക്ക് തേയില നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് ഹോൾസെയിൽ കടക്കാർ ഈ പറഞ്ഞ പോലെ ഔട്ടില് ഈ പറഞ്ഞ പോലെ റീറ്റെയിൽ ആയിട്ട് 5ഉം 10ഉം ബാഗ് എടുത്തിട്ട് അവര് വിൽപ്പന നടത്തുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ വിൽപ്പന നടത്തുന്നവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ABTയുടെ തേയില 5ഓ 10ഓ 20ഓ കിലോ ഒക്കെ വരെ നിങ്ങൾക്ക് ലൂസായിട്ട് മേടിക്കാം. അത് മേടിച്ച് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് 100% ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഭയമോ ടെൻഷനോ ഒന്നും വേണ്ട. ABTയുടെ തേയില നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ലാഭം അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് മാത്രമല്ല, തേയിലയിൽ കംപ്ലൈന്റ് കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.